ടു വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അതൊരു കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ട്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഉണ്ട്. 10 of Cups, 8 of Wands, the Hanged Man, Queen of Cups, okay, 8 of Cups, 3 of Swords, the World, Knight of Cups, bottom of the deck, 4 of Pentacles. Okay. See, ഇവിടെ സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ സൈൻ. വാട്ടർ സൈനിൽ പൈസസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏരീസ്, ഫയർ സൈനിൽ സജിറ്റേറിയസ്. അതുപോലെ തന്നെ വാട്ടർ സൈൻ. ഓക്കെ, നെപ്റ്റ്യൂൺ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അത് ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസിലാണ്. സാറ്റേൺ എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. വേൾഡ് കാർഡ്, ക്രൗൺ ചക്ര. ദെൻ അഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ലിബ്രയാണ്. ശരിക്കും പറഞ്ഞാൽ സാറ്റേൺ ഒക്കെ വരുന്നുള്ളത് ലിബ്രയാണ്. ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസിലാണ് കേട്ടോ. അക്വേരിയസ്, പൈസസ്, സാറ്റേൺ ഇവിടെ സ്ട്രോങ് ആണ്. അതായത് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ സൈൻ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 4 of Pentacles ആയതുകൊണ്ട് തന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ്. ഓക്കെ, അതിൽ തന്നെ കാപ്രിക്കോൺ സ്ട്രോങ് ആണ്. സോളാർ പ്ലെക്സസ് ചക്ര. ലൈക്ക് എനിക്ക് തോന്നുന്നത് ചിലർക്കൊക്കെ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഭയങ്കരമായിട്ടും പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ കുണ്ടലിനി യോഗ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുണ്ടലിനി മെഡിറ്റേഷൻസ്, ബീജമന്ത്രാസ് ഒക്കെ ചാൻഡ് ചെയ്തിട്ട് സോളാർ പ്ലെക്സസ് ചക്രയിൽ ഭയങ്കരമായിട്ടും പെയിൻ ആയിരിക്കാം ഒരു പക്ഷേ. സോ എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എഗെയിൻ നമ്മൾ റീഡിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് നോക്കുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇത്രയും നാളെ ഈ റിലേഷൻഷിപ്പ്, ഈ ഒരു സൈക്കിൾ ഇങ്ങനെ സ്റ്റക്കായിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒരു ടൈമിൽ ഈ ഒരു റിലേഷൻ സ്റ്റക്കായിട്ടല്ല, ഇത് ഹാങ് ഓൺ ആയിട്ടല്ല നിൽക്കുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി ഇത്രയും നാൾ കോൺടാക്റ്റ് ചെയ്യുന്നില്ല, നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു ഹാങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു വ്യക്തി ആ ഹാങ്ഡ് മാൻ എനർജിയിൽ നിന്ന് വെളിയിൽ വരുന്നുണ്ടാവും. ഓക്കെ, ആൾ ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവാം. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഫോർ സം ഓഫ് യു ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് കാർഡ്സൊക്കെ അങ്ങ് ക്ലാരിഫൈ ചെയ്യാം. കുറച്ച് ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. നമ്മളൊരു ഡീറ്റെയിൽ റീഡിങ് ചെയ്യാം. വൈ ഹിയർ ഈസ് ക്യൂൻ ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളത് കാണിക്കൽ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. കാരണം 2 times ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 2 ടൈം ഇവിടെ ക്യൂൺ ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്തിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. സോ ഈ കാർഡ് പറയുന്നുള്ളത് നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എന്തെങ്കിലും ഓഫർ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രഷിനെ പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എന്താണ്, നിങ്ങൾ എന്താണ് എക്സാക്റ്റ് അവരോട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറിലായിരിക്കും ഈ ഒരു കാര്യങ്ങൾ വരാൻ പോകുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡസൻ മാറ്റർ ഇതൊരു ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും 2 പേരാണെങ്കിൽ പോലും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ എങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ടുള്ളത്. നമുക്കതിവിടെ ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്യുന്നത് നൈറ്റ് ഓഫ് കപ്സിനെയാണ്. നെക്സ്റ്റ്
നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാകും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും റൂഡാണ്, ഇവർക്ക് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഒന്നുമില്ല, ഇങ്ങനെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊരു തോട്ട്സ് വരുന്നുണ്ടാകും. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ പിന്നിലൊരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അത് അവരൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ആ ഒരു സ്നേഹത്തിനെ ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വൈ ഹിയർ ഈസ് ദ ഹാങ്ഡ് മാൻ റിവേഴ്സ്. Ace of Cups. This one. ഈ ഒരു വ്യക്തി ഇപ്പം അത്രയും കാലം ഈ ഒരു വ്യക്തി ഇവരുടെ ആ ഒരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഇമോഷൻസിനെ ഫീലിങ്സിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല. അത് ആ ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഓവർഫ്ലോയിങ് ആയിട്ട് വരാമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഓവർഫ്ലോയിങ്ങിലാണ് ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കിനിയും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സപ്രസ് ചെയ്ത് ആൾക്ക് വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അങ്ങനത്തെ ഒരു എനർജീസ് തന്നെയാണ് എനിക്കിവിടെ വരുന്നത്. ഇപ്പോൾ സം ഓഫ് യു ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ടാകാം, ഞാൻ വീട്ടിലേക്ക് വരട്ടെ, പാരൻസിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ, നമുക്ക് മാരേജ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ ഈ റിലേഷനിൽ കേട്ടോ. നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാരേജിന് വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിസൈഡ് ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ്, ബിക്കോസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവർ നിങ്ങളെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസൽസ് തരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമുള്ള ഒരു സെപ്പറേഷൻ ഫേസിൽ ഇവർക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നും ഈ ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങളുടെ ഇടയിൽ ഒരു കാർമിക് ഫേസ് ആയിരിക്കാം, ഒരു കാർമിക് സൈക്കിൾസ് ആയിരിക്കാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാർമിക് സൈക്കിൾസ് എൻഡായി, ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുകയാണ്, മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്, ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട്. സോ ഒരു എനർജീസാണ് അത്. നിങ്ങളോട് ഡയറക്റ്റ് ഫോണിൽ വഴി സംസാരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്, എൻ്റെ വീട്ടുകാരായിട്ട് വരട്ടെ എന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു വ്യക്തി ചോദിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. വൈ ഹിയർ ഈസ് 10 of Cups ഡിവൈൻ. ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരി എഫോർട്ട് എടുത്തപ്പോൾ ഇവർ ഒരു തവണ പോലും ഒരു എഫോർട്ട് എടുത്തിട്ടുണ്ടാവില്ല, കമ്മിറ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല. അതിൽ ശരിക്കും ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു റിഗ്രഷനുണ്ട്. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെയ്യണം തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് ഇവർക്കിപ്പം നിങ്ങളുടെ വർത്ത് മനസ്സിലായി, നിങ്ങളുടെ വാല്യൂ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. അതൊരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്, ലൈക്ക് ഇനി എന്താ പറയുക, ഇവർക്ക് നിങ്ങളിലാണ് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ റിലേഷനിൽ നിന്ന് ഒളിച്ചോടാനായിട്ടോ അതിൽ നിന്ന് ഓടാനായിട്ടോ ആളുടെ ഫീലിങ്സിൽ നിന്ന് ഒത്തിരിയൊക്കെ ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അത് ആൾക്ക് പറ്റിയിട്ടില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പ്രേയേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ഒത്തിരി അധികം പ്രേയേഴ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഇൻട്രോവേഷൻ അല്ലെങ്കിൽ ഡിവൈൻ ആണ് നിങ്ങളെ ഈ ഒരു റിലേഷനിൽ വീണ്ടും നിങ്ങളെ റീകണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു മേജർ റോൾ വഹിക്കുന്നതെന്ന് വേണം നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹയറോഫൻറ്റിൻ്റെ കാർഡാണ് ഡയറക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹയറോഫൻറ്റിൻ്റെ കാർഡ് പറയുന്നത് മെയിനായിട്ടും ഒരു ദൈവ അനുഗ്രഹത്തെയാണ് നമ്മൾ കാണിക്കുന്നുള്ളത്. ഡിവൈൻ ബ്ലെസ്സിങ്സിലാണ് ഈ ഒരു മാരേജ് നടക്കാൻ പോകുന്നത്. ഇത്രയും കാലം നിങ്ങൾ റിലീജിയസ് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി, നിങ്ങളുടെ കൾച്ചറൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളെ ഈ ഒരു വ്യക്തി ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ പോയിട്ടുള്ളത് ഈ റിലേഷനിൽ നിന്ന്. ലൈക്ക് ഈ ഒരു റിലേഷൻ ശരിയാവത്തില്ല, മുന്നോട്ട് പോയാൽ വർക്കൗട്ട് ആകത്തില്ല, കാരണം വീട്ടുകാർ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ജോലിയില്ല, കരിയർ ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നൈസായിട്ട് ഈ ഒരു വ്യക്തി ഒഴിഞ്ഞതായിരിക്കാം. സോ ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ വേണ്ട ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു. അത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഡിവൈനായിട്ടല്ല, യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ്, നിങ്ങളുടെ ആ ഒരു ഇന്നർ വർക്ക്സ് ഒക്കെ ഫലം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാണ്. ലൈക്ക് ഞാൻ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും കണക്റ്റ് ആവാൻ പോകുന്നുള്ളത്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, റിയലൈസേഷൻസ് വരുന്നുണ്ട്. നേരത്തെ ആളൊരു സീക്രട്ടീവ് ആയിട്ടുള്ളൊരു നേച്ചറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഓപ്പൺ അപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ് റിലേഷനിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജീസാണ്. എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്.
നല്ല രീതിക്ക് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ പോലും ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവരുടെ ആ ഒരു പ്രവൃത്തികൾ, അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആൾക്ക് വല്ലാണ്ടൊരു പെയിൻ ഫീൽ ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു റിലേഷനിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു കോണ്ടാക്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയും നാളെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നതായിട്ടുള്ള ഈ ഒരു സൈക്കിൾ അത് എൻഡ് ആവാൻ പോവുകയാണ്. ഈ ഒരു സൈലൻറ്റ് ഫേസ് എൻഡ് ആവാൻ പോവുകയാണ് ഈ ജേണിയിൽ. ഇനി ഒരു ജേണിയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാൻ പോവുകയാണ്. പണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലേ, നിങ്ങൾ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇവർ നിങ്ങളെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തവണ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് വന്നിട്ട് കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവും, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ മാരേജ് ചെയ്യുന്നുണ്ടാവും, ഡയറക്റ്റ് മാരേജിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം നിങ്ങളെ അത്ര അന്ന് റിജക്റ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം, ഇനി ഇവരൊരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ ഇവരുടെ ഉള്ളിലുണ്ട്. ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് ഒരു മാരേജ് പ്രപ്പോസൽസ് കൊടുക്കണോ വേണ്ടയോ, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഹേർട്ട് ആവുമോ, അവരെന്നെ റിജക്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള ഫിയറും കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. അങ്ങനൊരു ഫിയറും നല്ലത് തന്നെയാണ് അല്ലേ. എല്ലാത്തിനും ഒരു ഹെൽത്തി ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഹെൽത്തി ബൗണ്ടറീസ് ഇല്ലാത്തപ്പോഴാണ് റിലേഷൻഷിപ്സൊക്കെ മൊത്തത്തിൽ വഷളായി പോകുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു എനർജീസാണ്. പിന്നെ മെർക്കുറി റിട്രോഗ്രേഡിൻ്റെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ കണക്ഷൻ പോകുന്നതെങ്കിൽ നന്നായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് മോശമായിട്ടുള്ള രീതിയിലേക്ക് ബ്രേക്കപ്പിലേക്ക് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതാണ് മെർക്കുറി വീനസ് റിട്രോഗ്രേഡ് എനർജീസ് എന്ന് പറയുന്നുള്ളത്, സാറ്റർൺ റിട്രോഗ്രേഡ് എനർജീസ് എന്ന് പറയുന്നുള്ളത്. സോ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു വ്യക്തിനെ ഒത്തിരിയധികം ചിലരൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം മിക്കവാറും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം വർക്കൗട്ട് ആകുന്നുണ്ടോ, ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലേക്ക് എൻ്റെ ഒരു ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നതും സെൽഫ് ലവ് ചെയ്യുന്നതും ഈ റിലേഷനിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ മാരേജ് എന്നുള്ളൊരു രീതിക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളത്, എനർജിയിലേക്ക് വരാൻ പോകുന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. ഇത്രയും നാളെ ഈ റിലേഷൻ ഒരു സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഈ റിലേഷനിൽ ഒരു സ്ട്രെങ്ത് വരാൻ പോവുകയാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഐ നോ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നാണ്. പക്ഷേ ശരിക്കും നിങ്ങളൊരു അൺഹെൽത്തി ആയിട്ടുള്ള വേയിൽ ഈ റിലേഷനെ സ്റ്റിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ എവിടെയും ഒരു ഹോപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളെ ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് അന്ന് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എനർജീസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഡോണ്ട് വറി, നിങ്ങൾ ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വറീഡ് ആവണ്ട. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടും. ഏപ്രിൽ 12 വരെയൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജേണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കർമ്മ ക്ലിയറിങ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കർമാസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. സോ ഇന്നർ വർക്ക്സ് നന്നായിട്ട് ചെയ്യുക. സ്പിരിച്വലി നന്നായിട്ട് വേക്കൻ്റ് ആവുക. കോൺഷ്യസ്നെസ് എന്നുള്ളൊരു എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക. ആൻഡ് എക്സിസ്റ്റൻസിൻ്റെ എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക. യൂണിവേഴ്സിലേക്ക് കൂടുതലായിട്ട് ആവാൻ ശ്രമിക്കുക. സോ നിങ്ങൾ വിശ്വസിക്കുന്ന ഇത് ഡിവൈൻ പവറാണ്. ഒരു ഡിവൈൻ പവറിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയുടെ കൂടെയും ഉണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.